ദിനപത്രം വായിച്ചതിന് ശേഷം അത് ചുരുളായി എടുത്ത് മനോഹരമായ നിറങ്ങൾ കൊടുത്തതാണ് എന്ന് തോന്നുന്നു. അതിന്റെ ഒരു സൃഷ്ടിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും കുറച്ച് ഒരാളുടെ കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് കുഞ്ഞുണ്ട്, ഒരാൾ കടയിട്ടിരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതിന് നമ്മൾ അവരെ സഹായിക്കുകയാണ്. അതിന് നമ്മുടെ ടീച്ചറാണ് അതെല്ലാം അവരെ ശീലിപ്പിക്കുന്നത് ചെയ്യാനായിട്ട്. ഒരാൾക്ക് പേപ്പർ ചുരുട്ടാൻ പറ്റും, മറ്റൊരാൾക്ക് അപ്പൊ അത് പെയിന്റ് അടിക്കാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരെ നമ്മൾ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുക, പാട്ട് പാടിക്കുക, ഇങ്ങനെ അവരുടെ എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടെ അവർ കൊണ്ടുവരുന്നതുമെല്ലാം. എന്നാൽ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഓരോന്നുണ്ടാക്കിക്കുന്നത്, ഡാൻസ് പഠിപ്പിക്കുന്നത്, അതിനെല്ലാം നമ്മുടെ ടീച്ചറാണ്. ടീച്ചർ ആൻമേരിയ എന്നാണ് ടീച്ചറുടെ പേര്. പുള്ളിക്കാരിയാണ് കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവരിൽ ഒരാളെ പോലെ ഇരുന്ന് അങ്ങ് ഉണ്ടാക്കിക്കുകയാണ്. ടീച്ചർ അതിനെ കുറിച്ച് വിശദീകരിക്കും. ഈ സൃഷ്ടികളൊക്കെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണോ? അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഒരു മോനാണ് പേപ്പർ ചുരുട്ടുന്നത്, ഒരു മോനാണ് അത് ഒട്ടിക്കുന്നത്, വേറൊരു മോനാണ് അത് പെയിന്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ ഒരു കുട്ടി അത് ചുരുട്ടിയാൽ മറ്റൊരു കുട്ടി അത് ഒട്ടിക്കും, വേറൊരു കുട്ടി അത് പെയിന്റ് ചെയ്യും. എല്ലാം ചെയ്തു വരുമ്പോ ഞങ്ങൾ എല്ലാരും കൂടി ചേർത്ത് എടുക്കുന്ന രൂപങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയാണ് പോളിഷ് ചെയ്യുന്നത്. ഇത് നമ്മള് സാൻഡ് പേപ്പർ ഇട്ട് പോളിഷ് ചെയ്യണം. ഇത് നമ്മള് മുറിക്കുന്നതൊക്കെ നമ്മൾ വലിയവരാണ്. ഒട്ടിക്കുന്നതെല്ലാം അവരാണ്. പറഞ്ഞു കൊടുക്കണം, ഇന്നത് ഈ റിങ് വെച്ച് അടുത്തത് വെച്ച് ഒട്ടിക്കണം. അപ്പൊ അതൊക്കെ ഒട്ടിക്കും. ഇതെല്ലാം നല്ല ഇച്ചിരി മെനക്കേടാണ് സാൻഡ് പേപ്പർ ഇട്ട് നല്ല പോളിഷ് ചെയ്ത് എടുത്തു വരുന്നത്. ഇത് പിസ്ത തോടിൽ പൂവൊക്കെ ഉണ്ടാക്കി അതെല്ലാം അവരാണ് ഒട്ടിക്കുന്നത്. പറഞ്ഞു കൊടുക്കണം, നമ്മൾ കൂടെ ഇരുന്ന് ഇത് ചെയ് അടുത്ത ദിവസം അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം ചെയ്യാനായി. കുട്ടികൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഒരു പക്ഷേ ഇത്രമാത്രമായിരിക്കില്ലല്ലോ. ഇല്ല. അങ്ങനെയെങ്കിൽ ആ ബാക്കിയുള്ള സൃഷ്ടികൾ അത് എന്തെങ്കിലും ഞങ്ങൾ പ്രദർശനം നടത്താറുണ്ട്. നിറയെ സ്റ്റോക്ക് ഒത്തിരി പണിയെടുക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കും. ഇതെല്ലാം ന്യൂസ് പേപ്പറാണ്. ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ. ഇതാണ് ന്യൂസ് പേപ്പർ. കണ്ട ഇങ്ങനെ ചുരുട്ടി. ടിഷ്യൂ പേപ്പർ ഇത്ര ഘനമുള്ള നിലയിൽ എങ്ങനെയാകുന്നത്? അത് ഓരോന്ന് ഒട്ടിച്ച് 2-3 ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇത് ന്യൂസ് പേപ്പറാണ്. റേഡിയോ, ഇത് മൊത്തം ന്യൂസ് പേപ്പറാണ്. ഫുള്ള് ഹാർമോണിയം, ഇതെല്ലാം ന്യൂസ് പേപ്പർ ഫുള്ളാണ്. ഇതെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഒരു സൃഷ്ടി പിസ്ത തോടിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. കൂടുതലും കുറെ വർക്കുണ്ട്, അതെല്ലാം പോയി. ഇപ്പൊ ചെറിയ ഇതേ ഉള്ളു, സാമ്പിളേ ഉള്ളു. ഇതുപോലെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുവാൻ എത്ര സമയം വേണ്ടിവരും? എല്ലാരും കൂടി പരിശ്രമിക്കുമ്പോൾ 2 ദിവസം വേണം. ഞങ്ങൾ എല്ലാരും കൂടി മക്കളെ കൊണ്ടാണ് നമ്മളത് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ കൈ വർക്കും മെന്റലി വർക്കും കൂടി ചെയ്യിക്കാൻ വേണ്ടി കൂടുതൽ അവരെ കൊണ്ടാണ് നമ്മൾ 2-3 വട്ടം ചെയ്യിക്കണം ഒരു സാധനം തന്നെ. ഒരു റിങ് ഒട്ടിക്കാൻ നമ്മളെ പോലെ പെട്ടെന്ന് അവര് സമയം എടുക്കത്തില്ല. ലേറ്റ് ആണ് അത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പരിശീലനം കൊടുക്കുന്ന ആളുകൾക്ക്, അധ്യാപകർക്ക് വളരെ ക്ഷമ വേണം. പക്ഷെ ഇതൊരു സൃഷ്ടി അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമായി തോന്നാറില്ലേ? പിന്നെ ഒത്തിരി സന്തോഷം. ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ സന്തോഷം അറിയിക്കാൻ ഞങ്ങൾ ഇവിടെ ഡാൻസും പാട്ടുമാണ്. ഇത് പൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഡാൻസിനുള്ള